ഇപ്പോൾ വിജയസാധ്യതയുള്ള സീറ്റുകൾ ഉറപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ഇത്തവണ തയ്യാറെടുക്കുകയാണ്. സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ഉപരി വിജയസാധ്യതയാണ് അവർ പരിഗണിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ നീക്കം. കഴിഞ്ഞ തവണ 27 സീറ്റുകളിലും മറ്റുമാണ് ലീഗ് നേതൃത്വം മത്സരിച്ചത്. പക്ഷേ വിജയിച്ചെടുക്കാനായത് ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ്. ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്ത് അടിപതറാതെ പിടിച്ചു നിന്നതാണ് ലീഗ്. പക്ഷേ കഴിഞ്ഞ തവണ അടിതെറ്റി വലിയ ഭേദപ്പെട്ട പ്രകടനമെന്ന് പറയാനാവില്ലെങ്കിൽ കൂടി പിടിച്ചു നിന്നു, അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ ഇത്തവണ UDF-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി സീറ്റുകളിൽ വിജയിച്ച് കയറണം. അതാണ് കുറേ സീറ്റുകൾ പരമ്പരാഗതമായി മത്സരിക്കുന്നുണ്ട്, പക്ഷേ അവിടെയൊന്നും വിജയിക്കാനാവില്ല. അതുകൊണ്ട് ആ സീറ്റുകൾ വേണമെങ്കിൽ വെച്ചൊഴിയാം, പകരം വിജയസാധ്യതാ സീറ്റുകൾ തിരികെ ലഭിക്കണം. ഇതാണ് ലീഗിൻ്റെ ആവശ്യം. എന്താണ് ലീഗിൻ്റെ നീക്കം? നമുക്ക് വിശദമായി പരിശോധിക്കാം. CV അനുമോദുണ്ട്. അനുമോദ്, ലീഗിൻ്റെ നീക്കം ശ്രദ്ധേയമാണ്. കാരണം സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാലും വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം കൂടണം. ഇതാണ് അവരുടെ തന്ത്രം. പുനലൂരടക്കമുള്ള തെക്കൻ കേരളത്തെ ജില്ലകളിൽ പലപ്പോഴും ലീഗ് മത്സരിക്കുന്നുണ്ടെങ്കിൽ കൂടി ലീഗിന് പരാജയമാണ് സംഭവിക്കാറുള്ളത്. കോങ്ങാട് സീറ്റൊക്കെ ഉദാഹരണമാണ്. എന്താണ് ഈ ലീഗിൻ്റെ നീക്കം? ഏതൊക്കെ സീറ്റുകൾ വിട്ടുകൊടുത്ത് ഏതൊക്കെ വേണമെന്നാണ് ലീഗ് വാദിക്കുന്നത്? സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ മത്സരിച്ച് 15 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. 10 സീറ്റിൽ അവർ തോറ്റു. അത് ലീഗിനെ സംബന്ധിച്ച് അവരുടെ സ്ട്രൈക്ക് റേറ്റിനെ വല്ലാതെ ബാധിക്കുന്ന ഒന്നായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണ അവരധികം സീറ്റുകൾ എല്ലാവർക്കും ലഭിച്ചു. അധികം സീറ്റുകൾ ലഭിച്ചെങ്കിലും പക്ഷേ കൂടുതലായിട്ടും വിജയം നേടാൻ സാധിച്ചില്ല. കോങ്ങാടും അതുപോലെ പുനലൂരും ഒന്നും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. പേരാമ്പ്രയിലും വിജയിക്കാൻ സാധിച്ചില്ല. ബാലുശ്ശേരി അവരുടെ സീറ്റ് വിട്ടുകൊടുത്താണ് കോങ്ങാട് അവർക്ക് പകരം നേടിയത്. അപ്പോൾ ഇത്തരത്തിൽ വിജയസാധ്യത കുറഞ്ഞ സീറ്റുകൾ വേണ്ട എന്നൊരു നിലപാടിലേക്കാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ എത്തുന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ തന്നെ പുനലൂരും കോങ്ങാടും ഇത്തവണ ലീഗ് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ലീഗുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് തോൽക്കുന്നതിനേക്കാളും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ച് പരമാവധി വിജയിക്കുക. നേരത്തെ മത്സരിച്ച ഈ 25 സീറ്റില്ലെങ്കിൽ പോലും ഈ കോങ്ങാടും പുനലൂരൊക്കെ ഒഴിവാക്കിയിട്ട് വിജയസാധ്യത കൂടുതലുള്ള സീറ്റുകളിലേക്ക് അവർ ശ്രദ്ധിക്കും. ഒരുപക്ഷെ ഗുരുവായൂർ വിട്ടുകൊടുത്ത് മറ്റൊരു സീറ്റിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 3 സീറ്റുകളൊക്കെ ലീഗ് വിട്ടുകൊടുത്തേക്കും, ഗുരുവായൂരടക്കം. പകരം ഒരു സീറ്റ് മാത്രമായിരിക്കാം ലീഗ് ഡിമാൻഡ് ചെയ്യുന്നത്. നേരത്തെ കൂടുതൽ സീറ്റുകൾക്ക് ലീഗിന് അർഹതയുണ്ട് എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോഴും സീറ്റുകൾക്ക് അർഹത എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൂടുതൽ സീറ്റുകൾ മത്സരിക്കുക എന്നുള്ളതല്ല, വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിയമസഭയിലേക്ക് കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിൽ UDF-ന്റെ ഭരണത്തിൽ നിർണായക സ്വാധീനമാവുക എന്നത് തന്നെയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു ചർച്ചകളിലേക്ക് വരും ദിവസങ്ങളിൽ ലീഗ് നേതൃത്വം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലീഗിന് അവർ 3 സീറ്റ് വിട്ടുകൊടുത്ത് അവർക്ക് ഡിമാൻഡ് ചെയ്യുന്ന, അവരാവശ്യപ്പെടുന്ന, അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് അവർക്ക് ചോദിച്ചു വാങ്ങാനുള്ള ഒരു സാഹചര്യങ്ങളും സാധ്യതകളും കൂടുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ സമ്മർദ്ദപ്പെടുത്തി അവർക്ക് ആവശ്യമുള്ളത് പിടിച്ചു നേടാനാണ് അല്ലെങ്കിൽ നേടിയെടുക്കാനാണ് ലീഗിൻ്റെ നീക്കം. അതായത് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് തോൽക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിജയിക്കുകയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. ലീഗിന്റെ നീക്കം അതാണ്. എന്തായാലും ഇത്തവണ കൂടുതൽ സീറ്റുകൾ പരാജയപ്പെടുന്നതിന് കൂടുതലിടങ്ങളിൽ വിജയിക്കുക എന്ന തന്ത്രം കൂടിയാണ് ലീഗ് പയറ്റുന്നത്. ആ തന്ത്രം എത്രയുണ്ട് വിജയിക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, കോൺഗ്രസിൻ്റെ വയനാട്ടിലെ ക്യാമ്പ് നടക്കുകയാണ്. ക്യാമ്പിലാണ് അവരുടെ തന്ത്രങ്ങൾക്കൊരു അന്തിമ രൂപം നൽകുന്നത്. ഒരുപക്ഷേ ഈ മുന്നണികളുടെ സീറ്റ് നീക്കുപോക്കുകളും വേഗത്തിൽ ഉണ്ടാവണമെന്ന പൊതുധാരണയുണ്ടെങ്കിലും വയനാട് യോഗം നിർണായകമാണ്. അതിലാണ് ഈ ധാരണകൾ ഉരുത്തിരിഞ്ഞു വരിക. ലീഗ് അവരുടെ ഈ ഒരു താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തെയുമായി പങ്കുവെച്ച് കഴിഞ്ഞിട്ടുണ്ടോ? അതനുസരിച്ചുള്ള തീരുമാനമെങ്കിൽ വയനാട്ടിൽ ഉണ്ടാവുമെന്ന് കരുതാം, അല്ലേ? പ്രാഥമികമായിട്ട് ഇക്കാര്യത്തിലൊരു ചർച്ചകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക തലത്തിൽ ഈ ചർച്ചകൾക്ക് തുടക്കമായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് കോൺഗ്രസ് അവരുടെ ഏതെല്ലാം സീറ്റുകൾ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കട്ടെ, കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ അവരൊരു തീരുമാനത്തിലെത്തട്ടെ. കാരണം UDF-ലെ മുഖ്യകക്ഷി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ധാരണയിലെത്തട്ടെ എന്നൊരു നിലപാടാണുള്ളത്. ലീഗിനെ സംബന്ധിച്ച് അവർ മത്സരിച്ച് അവരുടെ കൈവശമുള്ള സീറ്റുകളിൽ
കൂടുതലൊന്നും അവർക്ക് വിട്ടുകൊടുക്കാൻ സാധ്യത. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ വെച്ചുമാറ്റത്തിന് സാധ്യതയുള്ള കുറച്ച് സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസുമായിട്ടൊരു നീക്കം പൊക്കലുണ്ടാകുന്നത്. പക്ഷേ അവിടെയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തവനൂരൊക്കെ കീറാമുട്ടിയായിട്ട് കിടക്കുന്ന ഒരു മണ്ഡലമായിട്ടും UDF മുമ്പിൽ വരും. കാരണം അത് കോൺഗ്രസിന് അത് വിട്ടുകൊടുക്കാനും വയ്യ, ലീഗിന് അത് ആവശ്യവുമുണ്ട്. എന്നാൽ UDF ഇത്ര കാലം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ ഈ ലീഗിൻ്റെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അങ്ങനെ തവനൂരിൽ ലീഗ് സമ്മർദ്ദപ്പെടുത്തുകയാണെങ്കിൽ, കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ പക്ഷേ ഗുരുവായൂർ കോൺഗ്രസ് വേണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ. പക്ഷേ അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ച് തവനൂര് പോലെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട 4 സീറ്റുകൾ ഒന്ന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമെന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഉത്തരം കിട്ടാത്ത പല പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കോൺഗ്രസ് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കട്ടെ. ഇപ്പോൾ ബത്തേരിയിൽ നടക്കുന്ന ഈ യോഗത്തിൽ 2 ദിവസം നടക്കുന്ന ബൈഠക്കിൽ ഇക്കാര്യങ്ങളിൽ കൃത്യമായൊരു ധാരണ വരും. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക. മാത്രമല്ല നാളെ ലീഗിൻ്റെ സംസ്ഥാന സമിതി യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. അപ്പോൾ ലീഗിൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിലും സ്ട്രാറ്റജികളിലും സീറ്റുകളുടെ കാര്യത്തിലും വെച്ചുമാറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ നാളത്തെ ലീഗ് യോഗം വളരെ നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. നാളെ കോഴിക്കോട് ചേരുന്ന യോഗം അതിൻ്റെ ഒരു അന്തിമ രൂപം തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും UDFൻ്റെ യോഗത്തിൽ ഈ കാര്യങ്ങൾ ലീഗ് ആവശ്യപ്പെടുക. എന്താണെങ്കിലും ഈ മാസം പകുതിയോടെ, ജനുവരി 15ഓടെ ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമ ധാരണയുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ലീഗ് പങ്കുവയ്ക്കുന്നത്. ലീഗിൻ്റെ ആലോചനകൾ അങ്ങനെയാണ്. വളരെ നന്ദി അനുമോദ്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഈ ലീഗിൻ്റെ നിർണായക യോഗങ്ങൾ ചേരുന്നുണ്ട്, ഒപ്പം കോൺഗ്രസിൻ്റെ യോഗങ്ങൾ. അങ്ങനെ UDFലെ സീറ്റ് വിഭജനം സംബന്ധിച്ച അന്തിമ ധാരണകൾ ഈ മാസം പകുതിയോട് തന്നെ ഉണ്ടാവും. ആ രീതിയിലാണ് വേഗത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്.